ഒരു 7-8 വർഷത്തിന് ശേഷം ബസ്സിൽ ബാംഗ്ലൂർ പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് എടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ്. ആക്ച്വലി നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് KSRTC ആണ്. നല്ല റഷാണ്. അപ്പോൾ നമ്മുടെ സൗത്ത് സ്റ്റേഷനിലേക്ക് പോകൽ നടക്കാത്തത് കൊണ്ട് നമ്മളിവിടെ എടപ്പള്ളി ടോളിൽ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട് ടോൾ ജംഗ്ഷനിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. പോവേണ്ടിയിരുന്നത് സൗത്തിലാണ്, സൗത്ത് സ്റ്റേഷനിലാണ്. സൗത്ത് സ്റ്റേഷനിൽ പോയിട്ട് സൗത്ത് സ്റ്റാൻഡിൽ നിന്നാണ് വണ്ടി കയറേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടക്ടറെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ആൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ആക്ച്വലി ഇവിടെ നിന്ന് അവിടെ വരെ ചെല്ലാനായിട്ട് 40 മിനിറ്റ് കാണിക്കും, പിന്നെ മിസ്സാവും. അപ്പം കൂടുതൽ പരിപാടികളൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ബസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു പച്ച ബസ്സിൻ്റെ പിറകിലുണ്ട് KSRTC എന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ പച്ച ബസ് എന്ന് ഉദ്ദേശിച്ചത് ഈ വരുന്ന ഫ്ലിക്സിൻ്റെ ബസ്സിനെയാണ്. ഫ്ലിക്സ് ബസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അക്രോസ് ദ വേൾഡ് പല രാജ്യങ്ങളിലുള്ള ഒരു ബ്രാൻഡാണ് ഫ്ലിക്സ്. സ്വന്തമായിട്ടൊരു ബസ്സും ഇല്ല, ബട്ട് ബസ് ടേക്ക് ഓവർ ചെയ്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഫ്ലിക്സ്. ബസ് വരുന്നുണ്ടേ. 26 അല്ലായിരുന്നോ? അജോ. ആദ്യം തന്നെ എനിക്കൊരു പണി കിട്ടി. ഞാൻ എൻ്റെ ചാർജർ C to C ആണ്, ഇതിൽ USB to C വർക്ക് ചെയ്യത്തുള്ളൂ. സോ ചാർജർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് നമ്മുടെ കണ്ടക്ടർ ഏട്ടനോട് ചോദിച്ചപ്പോഴത്തേക്ക് ആൾ എനിക്കൊരു ചാർജിങ് കേബിൾ തന്നു. പക്ഷേ അത് ഭയങ്കര സ്ലോ ചാർജിങ് ആണ്. പക്ഷേ എങ്കിലും അത് വെച്ചിട്ടൊന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ആക്കാമെന്നൊക്കെ കരുതിയിട്ട് അതേ ബെഡിൽ കയറി കിടന്ന മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഉറങ്ങിപ്പോയി. കുറേ നാളായി ഇങ്ങനെ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എനിക്ക് കയറിയപ്പോൾ മിനറൽ വാട്ടർ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. നല്ല ദാഹമുണ്ട്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഇതിലൊരു മിനറൽ വാട്ടർ കിട്ടുമെന്നാണ്. കിട്ടിയില്ല. ഇത് പുറത്തേക്ക് നോക്കിയാൽ കാണുന്നത് ഇങ്ങനെ ഒരു കാഴ്ചയാണ്. ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ സ്വിച്ചസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ അമ്യൂണിറ്റീസിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ്. അങ്ങനെ നമുക്ക് ഇറങ്ങാൻ സ്ഥലമായി. ഞാൻ സാറ്റലൈറ്റ് സ്റ്റാൻഡിനടുത്തായിട്ടാണ് ഇറങ്ങുന്നത്. ഡ്രൈവർ ഇതും പോയോ? ആണോ? അപ്പൊ ഇന്നലെ എന്തായിരുന്നത്? ആണല്ലേ? ഓക്കെ കേബിള് 20% ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് KSRTC പോയി. നമ്മുടെ KSRTCക്ക് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നുന്നത് പലപ്പോഴും മറ്റ് സ്റ്റേറ്റുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കാണുമ്പോഴാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ എനിക്ക് തീരെ ഓക്കെ അല്ലാത്ത കാര്യമാണ് ഓട്ടോറിക്ഷകൾ. പക്ഷേ ഇത്തവണ ഓട്ടോറിക്ഷ പിടിക്കാനൊരു കാരണമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഊബർ ബുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് ഊബറിൻ്റെ പ്രൈസ് തന്നാൽ മതി, ഓട്ടോ അല്ലേ ചേട്ടാ, ഓടിക്കോട്ടെ എന്നൊക്കെ ഭയങ്കര ക്യാൻവാസിങ്. അങ്ങനെ ചേട്ടൻ്റെ കൂടെ ഊബറിൽ കാണിച്ച അതേ പ്രൈസിൽ പോവുകയാണ്. ഞാൻ പറഞ്ഞു ഭയങ്കര തണുപ്പാണ്, എനിക്ക് ഓട്ടോയിലിരിക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുടെ ഒരു കൺവിൻസിങ് കണ്ടപ്പോൾ പോയേക്കാന്ന് കരുതി. ഇപ്പോൾ ബാംഗ്ലൂരിൽ നല്ല ക്ലൈമറ്റാണ്. രാവിലെ ഒരു 9-10 മണിയൊക്കെ ആയാലും വലിയ ചൂടില്ല. ഒരു 15 ഡിഗ്രി മുതൽ 21 ഡിഗ്രിക്ക് അകത്തൊക്കെ ആയിരിക്കും ആ ഒരു ക്ലൈമറ്റ് റേഞ്ച് ഉണ്ടാവുക. സിറ്റി അങ്ങോട്ട് ആക്റ്റീവായി തുടങ്ങുന്നതേ ഉള്ളൂ. ട്രാഫിക്കൊന്നും അത്ര അങ്ങോട്ട് ഹെക്റ്റിക് ആയിട്ടില്ല. രാവിലെ നല്ല തണുപ്പത്ത് ഓട്ടോയിൽ ഇങ്ങനെ ബാംഗ്ലൂരിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് രസമൊക്കെ ഉണ്ടെങ്കിലും എനിക്കിഷ്ടം ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെയാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് തൃശ്ശൂരിൽ തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടൊരു EV ഷോ ഉണ്ട്. അപ്പോൾ നമ്മളതിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടുന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്ത് എത്താൻ ബുദ്ധിമുട്ടായത് ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ബസ്സിൽ വരാമെന്ന് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെത്തി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി മുടിയൊക്കെ ഒന്ന് ഒതുക്കി. ഇവിടുന്ന് മുടി വെട്ടുന്നത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യം. പക്ഷേ നാട്ടിൽ നിന്ന് വെട്ടാൻ പറ്റാത്തത് കൊണ്ട് ഇവിടുന്ന് മുടി വെട്ടി ജസ്റ്റ് ഒന്ന് ബിയർഡ് ഷേപ്പ് ചെയ്തു. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ 10 വർഷമായി നമ്മൾ മീഡിയേറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ 10 വർഷത്തിന് മുമ്പൊരു ഞാനുണ്ടായിരുന്നു. മീഡിയേറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനും ബിസിനസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അടക്കം സീറോയിൽ നിന്ന് എന്നെ എല്ലാ തരത്തിലും ട്രെയിൻ ചെയ്ത് എൻ്റെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റാക്കി മാറ്റിയ ഒരു സ്ഥാപനം. അത് ബാംഗ്ലൂരിലാണ്. ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. ഇന്ന് ഞാൻ വന്നതിന് ശേഷമുള്ള ഫെയ്ത്തിലെ 13ാമത്തെ കോളേജ് ഡേ ആണ്. ആക്ച്വലി നഴ്സിംഗ് കോളേജാണ്. ലാംപ് ലൈറ്റിംഗ് സെറിമണിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 3 o'clock പ്രോഗ്രാം. 9 ആ ഒരു ടൈമിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. then ഇന്ന് തന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിന്ന് ബസ്സിൽ വന്നത്. ഊബറിൽ കോളേജിലേക്ക് പോവാണ്. ആക്ച്വലി കോളേജിലേക്ക് പോകുന്ന റൂട്ട് ഇപ്പം കംപ്ലീറ്റ്ലി BDAയുടെ ഡെവലപ്മെൻറ്റ്സിലാണ് ഉള്ളത്. അപ്പോൾ
ഹെവി ഡെവലപ്മെൻറ്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഫെയ്ത്തിലെത്തി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റിലേഷനുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോഴും കൂടെ ഉള്ള ആളിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹിയർ ഈസ് അവർ ചെയർമാൻ. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഞാൻ കൊട്ടാരക്കര സ്വദേശിയാണ്. ബാംഗ്ലൂർ 2003 ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത്. 1990 മുതൽ ബാംഗ്ലൂരുമായി കണക്ഷനുണ്ട്. 2003 ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി. 2004 ബാംഗ്ലൂർ വന്ന് ഇവിടെ സെറ്റിലായി. അതിനുശേഷം ഇപ്പോൾ മലയാളിയാണെങ്കിലും ഒരു ബാംഗ്ലൂരുകാരനെ പോലെ മലയാളിയായി ബാംഗ്ലൂർ ജീവിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഭംഗിയായി പോകുന്നു. നിങ്ങളെല്ലാം കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെങ്ങനെയായിരുന്നു നമ്മുടെ ഒരു കണക്ഷൻ, അതിനെക്കുറിച്ച് സാർ ഒന്ന് പറഞ്ഞേ സാർ. അജയ്, ഞാൻ ഓർക്കുന്നു ആദ്യമായി ഞാൻ കണ്ടത് കൊട്ടാരക്കര വെച്ചിട്ടാണ്. കൊട്ടാരക്കര ആര്യഭവൻ ഹോട്ടലിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ. അന്ന് അവിടെ ഇരുന്ന് അജയ് ഓർക്കൊന്നും ഓർക്കത്തില്ല, നമ്മൾ മസാല ദോശയും വടയും കഴിച്ചു, ചായയും കഴിച്ചു. ഇങ്ങനെ അങ്ങോട്ട് പറയാൻ ഒരു 100 കാര്യങ്ങളും കഥകളും ഉണ്ട്. പക്ഷേ ഗസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. ഇനി നമുക്ക് ലാംപ് ലൈറ്റിംഗ് സെറമണിയുടെ വിശേഷങ്ങൾ കാണാം. ഈ ആദ്യം ഇരിക്കുന്ന ആളെക്കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് വഴിയേ പറയാം. സതീഷ് വെട്ടിക്കവല ആക്ടറാണ്. ബിഗ് ബോസ് ഫെയിമും കൂടെ ആയിട്ടുള്ള അശ്വിൻ മെൻ്റലിസ്റ്റ് ആണ്. സെൻറ്റ് ക്ലാരറ്റ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഫാദർ, അതുപോലെ തന്നെ ഡോക്ടർ, ഇങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ഫംഗ്ഷന് ഉണ്ടായിരുന്നു. ഒരു പിടി ആൾക്കാരുണ്ട്. ഫാദർ എൻ്റെ ലൈഫിലെ ആദ്യത്തെ ബിസിനസ് ഗ്രോത്ത് കാണുന്നത് മീഡിയേറ്റേഴ്സിൻ്റെതല്ല, അത് ഫെയ്ത്തിൻ്റെതാണ്. ഫെയ്ത്തിനൊപ്പം ഞാനും വളർന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഈ ക്യാമ്പസിൽ ഞാൻ 14 വർഷത്തിന് മുൻപ് വന്നു നിന്നത് എനിക്കിപ്പോഴും വളരെ വ്യക്തമായി ഓർമ്മയുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും അധികം മാനേജ് ചെയ്തത്, ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്തത്, ഏറ്റവും നല്ല സക്സസ് കണ്ടത് ഒക്കെ ഫെയ്ത്തിൽ നിന്ന്. ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നത് ഫെയ്ത്താണ്. ഒരുപാട് വഴികൾ കാണിച്ചു തന്നത്. ഈ തിരിതെളിയിക്കുന്ന 2 പേര് ചേർന്ന് എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം അത് ചെറുതൊന്നുമല്ല. അതൊരു ചെറിയ വീഡിയോയിൽ പറയാൻ പറ്റുന്നതുമല്ല. മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇവരെ ഞാൻ പരിചയപ്പെടുത്താം. ഈ വരുന്നത് നമ്മുടെ ചെയർമാൻ്റെ അമ്മച്ചിയാണ്, ഏലിയമ്മ മോസസ്. ഒരു 5-6 വർഷത്തിന് മുൻപ് ഞാനും അമ്മച്ചിയും നാട്ടിൽ നിന്ന് ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് വന്ന് നമ്മുടെ കോളേജിലൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു അമ്മച്ചി പിന്നീട് ഇന്നാണ് കോളേജിലെ ലാംപ് ലൈറ്റിംഗ് സെറമണിക്ക് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വരുന്നത്. ചെറിയ വയ്യായികയൊക്കെ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലായിരിക്കും അമ്മച്ചി. കാരണം സ്വന്തം മകനും മരുമകളും ചേർന്ന് നാട്ടിൽ നിന്ന് നമ്മുടെ ബാംഗ്ലൂരിലെത്തി ചെയ്തു വെച്ചിരിക്കുന്ന ഈ സ്ഥാപനം അത്ര ചെറുതൊന്നുമല്ല. ആ സ്ഥാപനത്തിൽ ഗസ്റ്റായി വന്ന് തിരിതെളിയിച്ചാൽ ഏതമ്മയ്ക്ക് സന്തോഷമാവാത്തതല്ലേ? എല്ലാവരുടെയും സ്പീച്ചൊക്കെ കഴിഞ്ഞ് ലാംപ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് പോവാണ്. ഈ നിൽക്കുന്നവരാണ് പുതുതായിട്ട് നഴ്സുമാരാകാൻ പോകുന്ന നമ്മുടെ കുട്ടികൾ. ലാംപ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലൊന്നാണ്. കാരണം ഒഫീഷ്യലി അവരവരുടെ ക്ലിനിക്കൽ പ്രാക്ടീസുകൾ തുടങ്ങുന്നതും അവരുടെ നഴ്സിംഗ് ജീവിതം തുടങ്ങുന്നതും ഈ ലാംപ് ലൈറ്റിംഗ് സെറമണിയിൽ നിന്നാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലാംപ് ലൈറ്റിംഗ് സെറമണി നടത്തുന്നത്. ഓരോ നഴ്സിംഗ് സ്റ്റുഡൻറ്റും തിരിതെളിയിക്കുമ്പോൾ അറിവ്, ജ്ഞാനം, കരുണ, ഈ 3 കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ് ഉണ്ടാവുന്നത്. ഏതൊരു പ്രതിസന്ധിയിലും ഏറ്റവും സമാധാനപരമായി കാര്യങ്ങളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരാളാണ് ഈ നിൽക്കുന്ന നമ്മളുടെ ബിനി മാഡം. സാറിൻ്റെ വൈഫും കോളേജിൻ്റെ സെക്രട്ടറി പൊസിഷനും മാനേജ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം മാഡമാണ്. പിന്നെ എല്ലാ വർഷത്തെയും പോലെ 2 വാക്ക് ഞാനും സംസാരിച്ചു. I'm really happy that dreams are happening now. Now I understood that was not just a dream, that was his vision. Not only his, our Bini ma'am, who is backing up this institution for several years. I'm really proud to be a part of Faith Institution since 2016 onwards. College is growing, students are growing. We are getting students from every part of India and abroad. 13 വർഷത്തിന് മുമ്പ് നമ്മുടെ ചെയർമാൻ എന്നോട് പറഞ്ഞിരുന്ന ചില ആഗ്രഹങ്ങൾ അല്ല, ആളുടെ ലോങ് ടൈം വിഷനാണ് ഇന്ന് ഈ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും. സോ ഞാൻ സംസാരിച്ചത് ചെയർമാൻ്റെ ആ വിഷനെ കുറിച്ചായിരുന്നു. പിന്നീട് നമ്മുടെ സ്പോർട്സ്, ആർട്സ് ഡേയുടെയൊക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ഒത്തിരി പ്രൈസസ് ഉണ്ടായിരുന്നു. ആ ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാനും വിട്ടുപോയി. സോ അതൊന്നുമില്ല, നേരെ പിന്നീട് പോയത് കുട്ടികളുടെ പ്രോഗ്രാമിലേക്കായിരുന്നു. ബട്ട് എനിക്ക് നാളെ അർജൻറ്റായിട്ട് നാട്ടിലേക്ക് പോകേണ്ടതുണ്ടായതുകൊണ്ട് ഒരു 10 മിനിറ്റ് അവരോടൊപ്പം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ ഈ ഇവൻറ്റും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും പറയണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.